ഇക്കണോമിക് ഇമ്പാക്റ്റുകളെല്ലാം ഉണ്ടാവുന്നത് അതിനൊക്കെ ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞോ 3 മാസം കഴിഞ്ഞോ ആയിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി ഇക്കോണമിയിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം AW എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന പല അഗ്രോ പ്രോഡക്ട്സ്, ഒരു 60% ഓഫ് അഗ്രോ പ്രോഡക്റ്റ് മാർക്കറ്റ് അവരുടെ കയ്യിലാണ്. അപ്പോൾ അവർ ഓൾറെഡി പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലതും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. 7 to 10 റുപ്പി പ്രൈസ് അവരുടെ പല പ്രോഡക്റ്റിനും ഓൾറെഡി വന്നു കഴിഞ്ഞു. കാരണം അത് അവർ ഈ ഇൻഫ്ലേഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്രൈസ് ഹൈക്ക് ചെയ്യുന്നതാണ്. അപ്പം അതൊരു മേജർ ഇഷ്യൂ ആണ് നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റി. ഞാൻ പറഞ്ഞതുപോലെ എനർജി പ്രൈസിങ്, ദെൻ ഇക്കണോമിക് ആക്ടിവിറ്റി, 3 കാര്യങ്ങളെ ഫോക്കസ് ചെയ്തായിരിക്കും നമ്മളുടെ എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടാവും എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. ഡെഫിനറ്റ്ലി ഈ 3 കാര്യങ്ങളും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. റിസ്ക് സെന്റിമെന്റിൽ ഒരു ഹൈലി വോളറ്റൈൽ ആണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്, ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് ഇൻ ദ കമ്മിങ് മന്ത്സ്. ഫ്യൂവൽ പ്രൈസ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, 100 ബാരലിന് താഴേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ക്രൈസിസിലേക്ക് പോകും. ഇക്കണോമിക് ആക്ടിവിറ്റി, നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വിൽ ബി ഇൻക്രീസിങ്. അത് ഡെഫിനറ്റ്ലി രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് പെട്രോൾ പമ്പിൽ മാത്രമല്ല ഇത് ഇമ്പാക്ട് ഉണ്ടാകുന്നത്. അടുത്തത്, ദിസ് ഇസ് ആക്ച്വലി മൈ കപ്പ് ഓഫ് ടീ. ഞാൻ കുറച്ച് ഏറിയ സമയം ഇതിനെടുക്കാൻ പറ്റും. 10 മില്യണോളം ആൾക്കാർ GCCയിൽ തൊഴിലെടുക്കുന്നുണ്ട്. അത് അവരെല്ലാം ടെമ്പററി ലേബർ മൈഗ്രൻസ് ആണ്. അപ്പോൾ കേരളത്തിന് എസ്പെഷ്യലി ഇപ്പം ലേറ്റസ്റ്റ് കണക്കുകൾ അനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് 23% പ്രവാസി പണമാണ്, അതായത് റെമിറ്റൻസ് എന്നാണ് വരുന്നത്. കോവിഡ് സമയത്ത് നമ്മളുടെ റെമിറ്റൻസ് വളരെയധികം താഴെ പോയിരുന്നു, 10%-ിലൊക്കെ പോയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും മഹാരാഷ്ട്രയ്ക്ക് തൊട്ടുപുറകിലാണ്. അറൗണ്ട് 19% ആണ് നമ്മളുടെ റെമിറ്റൻസ് വരുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പാക്റ്റ്, അത് RBIയുടെ സ്റ്റഡിയാണ്, RBIയുടെ സർവേ ആണ് ഈ ഡേറ്റ പുറത്തു വിടുന്നത്. അത്രത്തോളം ഇമ്പാക്റ്റ് ഉള്ളതാണ് നമുക്ക് കേരളത്തിൽ പ്രവാസവും പ്രവാസികളും. അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന എന്ത് ഷോക്കും, അത് തൊഴിൽ നഷ്ടമാകാം, ബിസിനസ്സിലുണ്ടാകുന്ന നഷ്ടമാകാം. കാരണം ഗൾഫ് രാജ്യങ്ങളിലെ പണം, പ്രവാസി പണം മറ്റു രാജ്യങ്ങളിലെ പോലെയല്ല. മോസ്റ്റ് ഓഫ് ദ മണി കംസ് ഡയറക്ട്ലി ടു കേരള. ഇപ്പം യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നവരാണ്, ദേ ഇൻവെസ്റ്റ് ദെയർ, ദേ ബൈ ലാൻഡ്, ഹൗസ് ഓവർ ദെയർ. ബട്ട് മോസ്റ്റ് ഓഫ് ദ മലയാളീസ് ഇൻ ഗൾഫ് ഓർ ഇന്ത്യൻസ് ഇൻ ഗൾഫ്, ദേ ഇൻവെസ്റ്റ് ദെയർ അസറ്റ്സ് ഇൻ ഇന്ത്യ ഓർ മോസ്റ്റ്ലി ഇൻ ഇന്ത്യ. അതാണ് ഒരു പാറ്റേൺ. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചാലും അത് കേരളത്തെ സാരമായി ബാധിക്കുകയാണ്. നമ്മൾ ഒരു പെരിഫറി നിന്ന് നോക്കുമ്പോൾ ഗൾഫിലെ പ്രശ്നങ്ങളൊന്നുമില്ല, ആൻഡ് ഈവൻ ദേ ഓൾസോ ഗിവ് എ പിക്ചർ ടു us that things are fine over there and there is not much job loss and economy is doing okay and it will be fine after 1 month. Once the war settles down, everything will be back to normal. അതാണ് ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് വി ആർ നോട്ട് ഈവൻ സീയിങ് സോഷ്യൽ മീഡിയ ഓർ എനിത്തിങ് ഫ്രം റിഗാർഡിംഗ് വാർ ഫ്രം ദ ഗൾഫ്. That got completely stopped. അതൊരു സ്ട്രിക്റ്റ് സാങ്ഷൻ മൂലം ഗൾഫ് കൺട്രീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഗൾഫിൽ ഐ വർക്ക് വിത്ത് ലോക്കൽ അഫയേഴ്സ് സെക്രട്ടറി. നമുക്ക് ഒരുപാട് കംപ്ലൈൻറ്റ്സ് കിട്ടാറുണ്ട്. ഓൾസോ വി വർക്ക് വിത്ത് അസോസിയേഷൻസ് അറ്റ് ദ ഡെസ്റ്റിനേഷൻസ്. ഒരുപാട് മിസ്സിംഗ് കംപ്ലൈൻറ്റ്സ് കിട്ടാൻ തുടങ്ങി ഡ്യൂറിംഗ് ദ ടൈം ഓഫ് വാർ. ആഫ്റ്റർ 2 weeks we started getting missing complaints, and when embassy do not have any idea about these people over there are also not providing information. Finally we found out they got arrested and they all are under detention because they tried to spread war related content. അത് ചിലപ്പോൾ കണ്ടന്റ് ഇട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇട്ടാതിരിക്കാം. അവിടെ പോലീസിന് സംശയമുള്ള എല്ലാവരെയും പിടിച്ചവർ ജയിലിലിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ കണക്ക് തന്നെ ഏതാണ്ട് ഖത്തറിലൊക്കെ തന്നെ more than 500 മലയാളീസ് are in jail, and UAE അത് more than 1000 ആണ്. അത് നമുക്കറിയില്ല എത്രത്തോളമാണ് കണക്കുകൾ എന്നുള്ളത്. അപ്പോൾ ഒരു സ്ട്രിക്റ്റ് സാങ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് വൈ ദേ ബ്രോട്ട് സ്ട്രിക്റ്റ് സാങ്ഷൻ എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം അവിടെ ഒരുപാട് ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുവൈറ്റ് എയർപോർട്ട് ഇസ് കംപ്ലീറ്റ്ലി ഗോൺ. ഒന്നും ബാക്കിയില്ല. അപ്പോൾ അതുപോലെ തന്നെ അത് നമുക്ക് പലരൊന്നും അറിയാൻ കഴിയുന്നതാണ്. അതുപോലെ ഒരുപാട് ഫെസിലിറ്റി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രക്ഷൻ ഒരു സൈഡിൽ. അതർ സൈഡിൽ ജോബ് ലോസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം കോവിഡ് സമയത്ത് മാസീവ് ജോബ് ലോസ് ഗൾഫിലുണ്ടായി. മെനി പീപ്പിൾ ഹാവ് ടു കം ബാക്ക്. ഇപ്പോൾ ആളുകൾ തിരിച്ചു വരാത്തതിൻ്റെ മേജർ കാരണം ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് അല്ല. അതർ തിങ് ഈസ് ദാറ്റ് they extended their visas. I mean, even if my visa is getting over next month, due to the war they are getting some extension, 1 or 2 month extension. So there is massive job loss, especially in tourism, hospitality sectors and logistics. Many people lost their jobs. There is non-payment of wages also because fund is not flowing, so the employers are not able to pay them properly. And I think in the coming months, if situation escalates, and the flight operations are back to normal, we are going to receive massive distressed return migrants in the coming months.
Also, it takes maybe 2 or 3 years for the Gulf to back to the normal. സോ ഇതാണ് നമുക്ക് ഒരു ഗൾഫിലുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ. പക്ഷേ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യണ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനൂടെയാണ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ 23% GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണു. അതുപോലെ 3 ലക്ഷം കോടിയോളം രൂപയാണ് NRI ഡെപ്പോസിറ്റ്സ് ആയിട്ട് അവർ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര വലിയ ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു സൊസൈറ്റി അവിടെ ക്രൈസിസിലാണ്. സോ അത് നമുക്ക് കേരളത്തിന് സ്പെസിഫിക് ആയിട്ട് in the coming months there will be crisis. And one more example, in the elections, when you see the turnout in some of the constituencies in which there are like massive number of Pravasi voters, Kutyadi, Nadapuram, and Peramra, I think. So there is a decline in the vote share. These people couldn't come and vote because of the sanctions and restrictions, flight restrictions. They couldn't come and vote. So that is one of the consequences we had, apart from the economic consequences that are expected to be happen in the coming months. ഇതാണ് മൈഗ്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ.